നാട്ടിൽ വന്നിട്ട് എവിടെയെങ്കിലും യാത്ര പോകണമെന്നുള്ളത് എല്ലാ പ്രവാസികളുടെ ആഗ്രഹമാണല്ലോ. അപ്പം ഞങ്ങളും അങ്ങനെയൊക്കെ തീരുമാനിച്ചാണ് വന്നത്. പക്ഷേ പ്ലാൻ ചെയ്തതൊന്നും നടക്കുന്നില്ല. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞും പോകുന്നു. ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി ഞങ്ങളങ്ങ് ഇറങ്ങി. ആദ്യം നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ കോട്ടയൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കുന്ന ഒരു സമയമൊക്കെ ആയി. അപ്പോൾ എങ്കിൽ ആഹാരം കഴിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇടനേരമെന്നോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. വലിയ മോശമില്ലാത്ത ആഹാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മീൽസാണ് വാങ്ങിയത്. 2 മീൽസ് വാങ്ങി. അപ്പോൾ അത് മതി, കുട്ടികൾക്ക് നമ്മൾ ഷെയർ ആക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആകും. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. ആഹാരം വാങ്ങുമ്പോൾ അവർക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങും. പക്ഷേ കുട്ടികൾക്ക് സത്യത്തിൽ അങ്ങനെ പ്രത്യേകം വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് വാങ്ങുന്നതിൽ നിന്ന് തന്നെ അവർക്ക് ഷെയർ ആക്കിയാൽ മതി. അപ്പോൾ മീൽസ് വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ വേണമെന്ന് പറഞ്ഞു. അതും ഒരു ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വീണ്ടും നമ്മൾ അതിരപ്പള്ളി ഏകദേശം എത്താനായി. കാരണം നമുക്ക് ചെറിയ കൈവഴികളൊക്കെ കാണാം ഡാമിൻ്റെ. അപ്പോൾ കുട്ടികൾ ബോറടിച്ചിരുന്നിട്ട് എത്താനായില്ലേ എന്ന് ചോദിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് അവർക്കൊരു സമാധാനമായത്. ഏകദേശം നമ്മൾ എത്താനായി എന്നൊരു തോന്നൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വരുന്ന വഴിക്കൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാൽ നമുക്കിതിൻ്റെ വ്യൂ ഒക്കെ കാണാം. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിരുന്നു കുട്ടികൾക്ക്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലെത്തി. ദ റെയിൻ ലാൻഡ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. ഒരു റിസോർട്ടാണെന്ന് പറയാം. കാരണം അവിടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാ ആക്സസും ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, മുകളിൽ കിഡ്സിൻ്റെ ഒരു പ്ലേ റൂം പോലെയുണ്ട് അവിടെ. പിന്നെ അതുകൂടാതെ ലോണുണ്ട് നമുക്ക്. പിന്നെ ഗാർഡൻ ഉണ്ട് ചെറിയ. അതിൽ കൂടെ കുറച്ചങ്ങോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ ഒരു കൈവഴി കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മഴ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അവർ ഭയങ്കര കളി എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ പറയേണ്ടത് അവിടുത്തെ ഫുഡാണ് കേട്ടോ. അടിപൊളി ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബൊഫേക്ക് നമ്മൾ 400 വെച്ച് അഡൾട്ട്സിന്, കിഡ്സിന് ഫ്രീ ആണ്. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു അതിരപ്പള്ളിയിലേക്കുള്ളത്.